അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനത്തെ പത്തിൽ ആദ്യ 2 പത്തുകൾ പോലെയല്ല ഒരു വിശ്വാസിയുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും ചിട്ടകളുമൊക്കെ ഉണ്ടാകേണ്ടത്. അവസാനത്തെ പത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വന്ന ചില വചനങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം പരിശോധിക്കുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തിൽ മറ്റേത് കാലത്തെക്കാളും കൂടുതൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. പ്രവാചക തിരുമേനിയുടെ പരിശ്രമം നമുക്കറിയാം. ഓരോ ദിവസവും റമദാൻ അല്ലാത്ത കാലത്ത് പോലും 100 തവണ ഞാൻ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിൽ വളരെ ദീർഘമായി പ്രവാചകൻ നമസ്കരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകൻ അതിലേറെ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഉണ്ടാകുമെന്നത് ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുസ്സു അൽ അശ്റ അൽ അവാഖിർ മിൻ റമളാന ബിഅഅമാലിൻ ലാ യഅമലുഹാ ഫി ബഖിയത്തി അശ്ശഹർ. മറ്റൊരു മാസത്തിലും ചെയ്യാത്ത അത്ര സമ്പന്നമായ രീതിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആ 10 ദിവസങ്ങളെ പ്രത്യേകം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, ആചരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇനി പ്രവാചകൻ ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകം ചെയ്തിരുന്നൊരു കാര്യം, പൊതുവെ ചെയ്യുന്നതോടൊപ്പം പ്രത്യേകം ഈ 10 ദിവസങ്ങളിൽ ചെയ്തിരുന്നൊരു കാര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ദഖലൽ അശ്ർ, പ്രവാചകൻ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ശദ്ദ മിഅ്സറഹു, തന്റെ ഉടുപ്പ് ഒന്നുകൂടി മുറുക്കി ഉടുക്കും. വഹിയ ലൈലഹു, രാത്രിയെ പ്രവാചകൻ ജീവിപ്പിക്കും. വൈഖലഹു ലഹു, തന്റെ കുടുംബത്തെ പ്രവാചകൻ വിളിച്ചുണർത്തുകയും ചെയ്യും. കുടുംബത്തെ തട്ടിയുണർത്തി രാത്രിയെ ജീവിപ്പിച്ച് ആ 10 ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയി. എങ്ങനെയായിരുന്നു? കാന യൂഖിദു അഹ്ലഹു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാന വകുല്ലി സഗീരിൻ വകബീരിൻ യുതീഖു സ്വലാ. നിസ്കരിക്കാൻ കഴിയുന്ന പ്രായമായവരെയും മുതിർന്നവരെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ പ്രവാചകനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രവാചകൻ പ്രത്യേകം വിളിച്ചുണർത്തുമായിരുന്നു. ഇപ്പൊ ഈ അവസാനത്തെ 10 നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 10 നമ്മൾ ചിലപ്പോൾ ഓടിപ്പാഞ്ഞ് തറാവീഹിനൊക്കെ എത്തിയിട്ടുണ്ടാകും. ഭാര്യമാര് മിക്കവാറൊക്കെ അവർക്ക് പലഹാരം ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ആവശ്യമായ നിസ്കാരക്കുപ്പായത്തിൽ 2 റക്അത്തൊക്കെ നിസ്കരിച്ച് പിന്നെ അവിടെ അങ്ങനെ വീഴലൊക്കെയാണ് പൊതുവെ മഹാഭൂരിപക്ഷം മുസ്ലിം കുടുംബങ്ങളിലെയും അവസ്ഥ. അല്ലേ സഹോദരന്മാരെ? നമുക്ക് വേണ്ടി അവർ നേരത്തെ എഴുന്നേൽക്കും. അവർ 3:30 മണിക്ക് എഴുന്നേറ്റ് ആ കറക്റ്റ് സമയം നോക്കി നമ്മളെ വിളിക്കും. നമ്മളെ ഉറക്കം കളയണ്ടെന്നാണ് ഈ സാധുക്കൾ വിചാരിക്കുക, ഈ പാവങ്ങൾ വിചാരിക്കുക. അള്ളാഹു അവർക്ക് അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്നിട്ട് പകല് മുഴുവൻ റമദാനിലെ പോലെ തന്നെ അടിക്കാനും തുടക്കാനും ഒക്കെ ഉണ്ടാകും. ചില ആളുകൾ ഈ കൊടും വേനലും ഈ കൊടും ചൂടും നോമ്പൊന്നും പരിഗണിക്കാതെ മുറ്റൊക്കെ ഭയങ്കര സംഭവമായിട്ട് അടിക്കും. അടിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ചമ്മല വന്ന് ആകെ സ്വീപ്പാകും. അത് ആ ഒരു മുറ്റം വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള നിയത്തുകൊണ്ടാണെങ്കിലും വലിയ പുണ്യം കിട്ടും. ആരെങ്കിലും കാണൂലേന്നാ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിക്കുക. നാട്ടുകാർ കണ്ടാ എന്താ വിചാരിക്കുക എന്നാണ്. അതിന്റെ കൂലിയും കളഞ്ഞിട്ടുണ്ടാവും, അല്ലേ? എന്നിട്ട് അവസാനം നോമ്പ് തുറക്കണ നേരത്ത് ഒക്കെ കഴിഞ്ഞ് അവരിതൊക്കെ കഴുകി വെച്ച് ഉറങ്ങുമ്പോഴേക്ക് ഉറങ്ങണീന്റെ മുമ്പ് 2 റക്അത്തും അവസാനിക്കലാണ്. അതുണ്ടാകരുത്. നമ്മുടെ പലരുടെയും മക്കൾ രാത്രി നമസ്കാരത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. വാപ്പ എന്നുള്ളവർക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉമ്മ എന്നുള്ളവർക്ക് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ പ്രവാചകൻ പ്രത്യേകം ഈ അവസാനത്തെ 10 തട്ടി വിളിച്ചിരുന്നു എന്നാണ്. കാരണം എന്താ അറിയോ? ഞാൻ ഇന്നിവിടെ ഓതി വെച്ച ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ അഹ്ലിനെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. ആ നരകത്തിന്റെ പ്രത്യേകത വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കുന്നത് 1 മനുഷ്യനെയാണ്, 2 കല്ലിനെയാണ്. നമ്മളെ നാട്ടില് നമ്മളെ ഭൂമിയിലെ കല്ല് പാറ കത്തൂല, വേറെന്തൊക്കെ കത്തിയാലും റബ്ബർ മൊത്തം കത്തിപ്പോയാലും അതിലൊരു കല്ലിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ നരകത്തിൽ കല്ലിന്റെ കൂടെ കൂട്ടി കത്തിക്കും പടച്ചോൻ. ഒരു സംശയം വേണ്ട. ഇതൊന്നും ആരെങ്കിലും നരകമുണ്ട് എന്നുള്ളതോ സ്വർഗമുണ്ട് എന്നുള്ളതോ പരലോകമുണ്ട് എന്നുള്ളതോ ആരും ബാപ്പാന്റെ വാപ്പയായിട്ട് ഇങ്ങനെ വിശ്വാസമായിട്ട് പോകുന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കൊന്നും വേണ്ട. ഇത് ഓരോരുത്തർക്കും അവരുടെ ഉള്ളിലെ ബോധ്യത്തെ
ഏറ്റവും ശക്തമായി, ഇതൊരു വെള്ളിയാഴ്ചയാണ്, ഇതൊരു ജുമാന്റെ സമയമാണ്, നമുക്ക് എത്ര ബോധ്യമുണ്ടോ അതിലേറെ തെളിച്ചത്തോടെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. മരണത്തിനു ശേഷം കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യനെ ചുട്ടുചാമ്പലാക്കി അവനെ വിതറിയ നദീതീരങ്ങളിൽ നിന്ന്, അവനെ അടച്ച സെമിത്തേരികളിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നുള്ളത് അത്രയും ശക്തമായി ഖുർആൻ ബോധ്യപ്പെടുത്തിയാണ്. സയൻസിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചു തന്നെ, ചരിത്രത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചു തന്നെ, ഭാഷയുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചു തന്നെ ഓരോ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന നിലവാരത്തിലുള്ള ബോധ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞതാണ്. മഴ പെയ്ത് കിളിർത്തു വരുന്ന ചെടിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വക്കദാലിക ഖുറജൂർന്ന്. ഗ്രൗണ്ടിൽ നല്ല കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ 2 മഴ പെയ്താൽ കാണാം പന്ത് തട്ടുന്ന സ്ഥലത്ത് നിന്ന് ചെടികൾ ഇങ്ങനെ പൊങ്ങണേ. പ്രവാചകൻ അതിനെ ചൂണ്ടിയിട്ട്, ഖുർആൻ അതിനെ ചൂണ്ടിയിട്ട് പറയാം, വക്കദാലിക ഖുറജൂൻ, ഇമ്മാരിയാണ് നിങ്ങൾ പുറത്തേക്ക് പോരുക കബറിന്നേ. ഒരിക്കലും അവിടെ ഒരു ചെടി ഉണ്ടെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ, ഇല്ല. അവിടെ ഒരു ചെടി മുളക്കുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. അതേപോലെ നിങ്ങൾ വിചാരിക്കാത്തോടത്തുനിന്ന് ഖബർസ്ഥാനുകളിൽ നിന്ന് നിങ്ങൾ കൊണ്ട് എണീറ്റോട് വരും. അത് ഖുർആൻ അത്ര കൃത്യമായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അത് സംഭവിക്കുക നൂറ്റാണ്ടുകൾക്ക് ശേഷം വിചാരിച്ച് നിൽക്കണ്ട. നമ്മളിപ്പോഴും മരിച്ചാൽ നമ്മുടേത് തുടങ്ങി. നമ്മളൊന്നുകിൽ നരകം കാണും, അല്ലെങ്കിൽ സ്വർഗം കാണും. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാളൊരു കിണറിങ്ങനെ കുത്തി 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 താഴോട്ട് പോയി ചവിടി മണ്ണ് ഇങ്ങനെ കണ്ടു തുടങ്ങി, പിന്നെ ഒരു കൊത്തുമ്പോൾ അതിന് ആ വെള്ളം കൊണ്ട് പോരും. ഇതേപോലെയാണ് മരണം. അതിന്റെ സൂചനകളൊക്കെ തന്ന് ഇങ്ങനെ രോഗിയായി അല്ലെങ്കിൽ എന്തൊക്കെയോ ദിവസങ്ങളിലൂടെ പോയി അവസാനം നമ്മളുടെ അവസാനിക്കും. കണ്ണടയിനോടുകൂടെ വേറൊരു കണ്ണ് തുറക്കുകയാണ്, അല്ലേ? വേറൊരു കണ്ണ് തുറക്കുകയാണ്. ആ ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ അഹലിനെയും നരകത്തിൽ നിന്ന് കാക്കണം എന്നാണ്. പലപ്പോഴും കുട്ടികൾ കുറച്ച് മുതിർന്നാൽ പിന്നെ രക്ഷിതാക്കൾക്ക് ഭയങ്കര ന്യായമാണ്. അവർക്ക് അവരുടെ കാര്യമായി, അവരുടേത് നോക്കണം. എന്നാൽ വിവാഹം കഴിച്ച് പേരക്കുട്ടികളുള്ള ഫാത്തിമ ബീവിയുടെ വാതിൽക്കൽ മുട്ടിയിട്ട് പ്രവാചകൻ രക്ഷിതാക്കളുടെ അത്തരം എല്ലാ ചിന്തകളെയും തട്ടി ഉണർത്തുകയാണ്. ഫാത്തിമ ബീവിനല്ല ഉണർത്തുന്നത്, ലോകത്തെ വരാനിരിക്കുന്ന പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെയുള്ള ജനകോടികളെയാണ്, വിശ്വാസി സമൂഹത്തെയാണ്. ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വ്യത്യാസമില്ലാതെ ഷഹാദത്ത് കലിമയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ജനകോടികളെയാണ് പ്രവാചകൻ തട്ടി ഉണർത്തുന്നത്. എന്താ? അന്നഹു കാന യതുറുഖു ഫാത്തിമ വഅലിയൻ ലൈല. രാത്രിയിൽ ഫാത്തിമ ബീവിയെയും അലിയെയും പ്രവാചകൻ മരുമോനെയും കൂടി തട്ടി വിളിച്ചിരുന്നു. മോളെ മാത്രല്ല, അലിനെ വിളിക്കും. സ്വന്തം മരുമോനെ മോനായി കാണാൻ, സ്വന്തം മരുമോളെ മോളായി കാണാനുള്ള പാഠവും കൂടി പ്രവാചകനൂടെ പഠിപ്പിക്കുന്നുണ്ട്. റമദാൻ മാസമായിട്ടും ഇത്തരം കലാപങ്ങളൊന്നും തീരാത്ത വീടുകൾ ഉണ്ടാകും. അമ്മായിമ്മയും മരുമോളും തമ്മിൽ സാധാരണ ഉണ്ടാണോ അരസലും മുട്ടലും മാന്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇതെല്ലാം കൂടി കൊണ്ട് നാളെ പരലോകം കഴിച്ചിലാകുന്ന ഒരിക്കലും വിചാരിക്കരുത്. പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന എല്ലാ യോഗ്യതയും നേടിയ മനുഷ്യന്മാരെ ചെയ്യുന്ന ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്, വനസഖ്നാ മാ ഫീ ഖുലൂബിഹിം മിൻ ഗില്ലിൻ. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ അവസാനത്തെയും ആ എന്താ പറയാ പിന്നെ ഒരു ഗില്ലിന്റെ, അവരുടെ ഉള്ളിലെ പക, ഗില്ലറിന് പകയാണ്, പകയുടെ അവസാനത്തെ അംശത്തെയും അള്ളാഹു എടുത്ത് ശുദ്ധമാക്കിയിട്ട് നേരെ സ്വർഗത്ത് കൺവിടുന്ന. സിറാത്ത് കടന്ന് രക്ഷപ്പെട്ട് പൂർണ്ണമായി എത്തിയ മനുഷ്യനെ പിന്നെയും കൂടി ഒന്ന് കഴുകുന്നുണ്ട്. അപ്പോ ഒരംശം ഗില്ല് വെച്ചിട്ട് സഹോദര, പക വെച്ചിട്ട് സ്വർഗം കിട്ടുന്ന ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് നമ്മുടെ മോന് വീട്ടിലുള്ളൊരു ദിവസം അവൾ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അവളെ മോന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം, അല്ലേ? നീ കുറച്ചേരോടെ പോയി ഇരുന്നോന്ന് പറയാം സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അതിലൊന്നും ആരും കുഴപ്പമില്ല. വാർദ്ധക്യത്തിലേക്ക് ഉമ്മ എത്തുന്നത് കണ്ടും മനസ്സിലാക്കിയും ജീവിതത്തിലെ ബാക്കി സൗകര്യങ്ങൾക്ക് ചിട്ടുണ്ടാക്കണം മരുമോള്. ഉമ്മാക്ക് വെയ്യാതായി തുടങ്ങി, ഉപ്പാക്ക് വെയ്യാതായി തുടങ്ങി, പണ്ടത്തെ പോലെ ആകാൻ പാടില്ല. അവരൊക്കെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഡയബറ്റിക് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണ്. ഞങ്ങളെ സുഖം മാത്രം നോക്കിയാൽ പോരാന്ന് മരുമക്കളും ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ ശരിയാം വിധം പോവുക. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വാതിൽക്കൽ മുട്ടിയത് ഫാത്തിമാന്റെ അലിന്റെ അല്ല, എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ വാതിലാണ് എന്നത് മറക്കരുത്. എന്നിട്ട് എന്താ പറയാറ്? അലാ തഖൂമാനി ഫതുസല്ലിയാൻ. അല്ല മക്കളെ, നിങ്ങൾ നീച്ച് നിസ്കരിക്കണില്ലേ, നിങ്ങൾ എണീറ്റ് നിസ്കരിക്കണില്ലേ എന്ന് പ്രവാചകൻ ചോദിക്കും. അവരെ മാത്രമാണ് വക്കാന യൂഖിദു ആയിഷത ബില്ലൈൽ. രാത്രിയിൽ ആയിഷ ബീവി വിളിച്ചുണർത്തും. ഞാൻ ഈ പറയുന്നതൊന്നും റമളാനിൽ മാത്രമുള്ളതല്ല, അവസാനത്തെ 10 മാത്രമുള്ളതല്ല. പ്രവാചകന്റെ പൊതുവായ രാത്രിയാണ് ആയിഷ ബീവിന്റെ കാര്യത്തിലൊക്കെ പറയുന്നത്. ഇദാ ഖലാ തഹജ്ജുദുഹു. പ്രവാചകന്റെ തഹജ്ജുദ് കഴിഞ്ഞാല് വിത്റിന് പ്രവാചകൻ എണീക്കണിന്റെ മുമ്പ്
അപ്പൊ അവസാനത്തെ 3 ഒറ്റയാക്കി നിസ്കരിക്കണമല്ലോ വിത്തർ എന്ന് പറയാം. അതിനെ എണീക്കണിന്റെ മുമ്പ് അത്ര നേരം പ്രവാചകന് ഫറലായ നിസ്കാരമാണ്, പ്രവാചകൻ അത് നിസ്കരിക്കും. അവിടെ ആയിഷ ബീവി ഉണ്ടാവും, ആയിഷ ബീവിന്റെ കാലിന് മാറ്റി വെക്കുന്നതാണ്. അപ്പം ഒളു ചെയ്ത് വരണേ ഭാര്യയെ ഭർത്താവ് തൊട്ടാ വേം പാഞ്ഞു പോയി ഒന്നെടുക്കുന്ന ആൾക്കാരെ കാണലുണ്ട്. ഇസ്ലാമിൽ ഇല്ലാത്ത അസുരൊന്നും എന്തിനാ സുഹൃത്തുക്കൾ നമ്മൾ കൊണ്ടെടുക്കണത്? മുറീണ ഉണ്ട്, വൈകാരികമായി തൊട്ടതാണെങ്കിൽ, അങ്ങനത്തെ ഒരു വൈകാരികമായ സ്പർശനാണ് തൊട്ടതെങ്കിൽ ഓക്കെയാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ കാലിന്റെ ചുട്ടില്ല, കാലിന് മാറ്റി വെച്ചിട്ട് പ്രവാചകൻ നിസ്കരിക്കും, ആയിഷ ബീവി ഉറങ്ങിക്കോട്ടെ വിചാരിക്കും. പക്ഷേ പ്രവാചകൻ വിത്തറിന് നിൽക്കുമ്പോൾ ആയിഷ ബീവിനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കും. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഏറ്റവും അനുഗ്രഹീതമായ മണിയറയെ കുറിച്ച് പ്രവാചകൻ പറയാണ്. എന്താ? റജുലുൻ ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രി എണീറ്റ് നിസ്കരിച്ചു. ഫസല്ല വൈഖല ഇംറഅതഹു, അയാൾ നിസ്കരിച്ചു, ഭാര്യയെ ഉണർത്തി. ഫൈൻ അബത്, ഭാര്യ എണീക്കാൻ മടിക്കുമ്പോ ലളഹ ഫി വജ്ഹിഹിൽ മാ, അവരുടെ മുഖത്ത് വെള്ളം കൊടയും. റഹിമല്ലാഹു ഇംറഅതൻ ഖാമതു മിനൽ ലൈൽ ഫസല്ലത് വൈഖലത് സൗജഹാ ഫഇൻ അബ നളഹത് ഫി വജ്ഹിഹിൽ മാ, തിരിച്ചു ഭാര്യയും. എത്ര നല്ലൊരു ഭാര്യയാണ്, എത്ര നല്ലൊരു ഭർത്താവാണ്, അവരെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഭർത്താവ് ഭാര്യയുടെ മുഖത്തും ഭാര്യ ഭർത്താവിന്റെ മുഖത്തും വെള്ളം കൊടയും, അല്ലേ? ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് കപ്പൊഴിക്കല്ലോ. ശരിക്കും നിങ്ങൾ അതിലൊരു പ്രണയമുണ്ട്, വല്ലാത്തൊരു പ്രണയമുണ്ട്. ഭാര്യന്റെ അടുത്തിരുന്നിട്ട് ഇത്തിരി വെള്ളം ഇങ്ങനെ ഒറ്റിച്ച് മോളെ എണീക്ക്, ഭർത്താവിന്റെ അടുത്തിരുന്നിട്ട് നിങ്ങൾ എണീക്കും, അല്ലെ? മടിക്കുന്ന ഭർത്താവിന് നമുക്ക് രണ്ടാക്കുതേ പോലെ ഒന്നിച്ച് സ്വർഗത്ത് പോണ്ടേ? ഇങ്ങനത്തെ സംഭാഷണമുള്ള ഒരു ബെഡ്റൂമിൽ സുഹൃത്തുക്കളെ, പ്രായം എത്ര ആയാലെന്താ? നമുക്ക് ബ്ലഡ് ഷുഗർ വന്നാൽ എന്താ പ്രശ്നം? നമ്മുടെ ശാരീരികമായ ഉത്തേജനങ്ങൾ അവസാനിച്ചാൽ എന്താ പ്രശ്നം? വല്ല പ്രശ്നം ഉണ്ടാകുമോ? മരണത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിലും കൂടെ ഇരുന്ന് ആശ്വാസവാക്ക് പറയുന്ന ഒരാളായിട്ട് ഉണ്ടാകൂലേ? ഈ മണിയറയിൽ ഒരു പക്ഷേ 0 ബൾബുകൾ മിന്നിത്തിളങ്ങൊന്നും ഉണ്ടാകില്ല, അവിടെ ഭയങ്കര AC ഉണ്ടാവില്ല, അവിടെ ഭയങ്കര ഫാൻ ഉണ്ടാവില്ല, അതിനുള്ള സാമ്പത്തികം ചിലപ്പോൾ ഉണ്ടാവില്ല. സാമ്പത്തികം ഇതൊന്നും ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല പറയണത്, പക്ഷേ അവിടെ ഒരു സുഖം കിട്ടാണ്ട്. അതുകൊണ്ട് അവസാനത്തെ 10 ഇത്തരം ചര്യകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അയ്ഖല റജുലു അഹ്ലഹു മിനൽ ലൈലി, ഭാര്യയും ഭർത്താവും മക്കളെയൊക്കെ വിളിച്ചുണർത്തുന്ന ഒരാള്, ഫസല്ലയ, ഭാര്യയും ഭർത്താവും അങ്ങനെ നിസ്കരിച്ചു, റക്അത്തൈനി, രണ്ടാൾ ഒന്നിച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ എന്ത് ചെയ്യും? കുത്തിബ ഫിദ്ദാക്കിരീന വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നവരുടെ ലിസ്റ്റിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുന്നതാണ്. രാത്രി ഭർത്താവ് വൈകി വന്നാണ്, അപ്പൊ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് നീ 2 റക്അത്ത് നിസ്കരിക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോ ഈ അവസാനത്തെ 10 എങ്കിലും സഹോദരന്മാരെ, 20 ദിവസവും ശ്രദ്ധിക്കാൻ കഴിയാത്തവർ അവരുടെ ജീവിതത്തിൽ കുറച്ചൊരു ശ്രദ്ധ കാണിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. കുടുംബത്തെ പ്രത്യേകം വിളിച്ചുണർത്തി പള്ളിയിൽ കൊണ്ടുപോയിരുന്നു എന്നത് നമുക്ക് പ്രത്യേകം പ്രവാചകന്റെ ചര്യയിൽ കാണാൻ പറ്റും. മാത്രമല്ല, ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാണ്. മുഹമ്മദ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന താബിഈ വര്യൻ പറയാണ്, അദ്ദേഹം സുഫിയാൻ അസ്സൗരിയാണ് ഉദ്ധരിക്കുന്നത്. സുഫിയാൻ അസ്സൗരിയുടെ വാക്കാണ്. എന്താ? ഖൂമു യാ ശബാബ്, ഓ ചെറുപ്പക്കാരെ എഴുന്നേൽക്കൂ, സല്ലു മാ ദുംതും ശബാബൻ, നിങ്ങൾ ശബാബായിരിക്കുമ്പോ, നിങ്ങൾ യുവാക്കളായിരിക്കുമ്പോ പറ്റുന്നത്ര നിസ്കരിക്കൂ. ഇദാ ലം തുസല്ലു അൽയൗം, നിങ്ങൾ ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫമത, ഇനി നിങ്ങൾക്ക് എന്ന് നിസ്കരിക്കാൻ പറ്റും? എന്ന് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും? നമ്മൾ പല തടസ്സവും പറയും, ജോലിന്റെ തടസ്സവും ക്ഷീണവും പ്രശ്നമൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഖബറിൽ നമ്മളാണ് അനുഭവിക്കേണ്ടി വരിക. എത്ര ഖുതുബ കേട്ടാലും, എത്ര ക്ലാസ് കേട്ടാലും, എത്ര പ്രസംഗം കേട്ടാലും അതിന്റെ ഗുണപരമായ വശം ലഭിക്കാതെ പോകുന്ന, തൗഫീഖ് ലഭിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്കിതിലെ സ്വാർത്ഥത എന്താണ്? കണിശമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിലെ സ്വാർത്ഥത. ആർക്കെങ്കിലും പ്രേരണ കിട്ടി അവർ ഇത്തരം നന്മകളിലേക്ക് വന്നാൽ അതിന്റെ ഒരു പുണ്യം കിട്ടുന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും നിയന്ത്രണങ്ങൾ വെച്ചു എന്നാണ് ഈ രാത്രി നിസ്കാരത്തെ ബാധിക്കുന്നുള്ള നിലക്ക്. വകാന ബഅദു സ്വാലിഹീൻ യഖിഫു അലാ ബഅദി ശബാബ് അൽ ഉബ്ബാദ്, പ്രാർത്ഥന നിർവഹിച്ച് പള്ളികളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ കൊണ്ടുവന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ അളവ് കൂടുമ്പോ അവർ തിരുത്തും. ഇതാ ലാ തഅകുലു കസീറൻ, ധാരാളം കഴിക്കരുത്. തശ്റബു കസീറൻ, നിങ്ങൾ അങ്ങനെ ധാരാളം കഴിക്കും കുടിക്കുക ചെയ്താൽ ഫതനാമു കസീറൻ, നിങ്ങൾ ധാരാളം ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരു ചിട്ടക്കാകാം. എല്ലാ ചിട്ടയും വരും ആൾക്കാർക്ക്. മഹാരോഗങ്ങൾ മുന്നിൽ വന്ന് ഡോക്ടർ റിപ്പോർട്ട് പറയുമ്പോൾ ഇനി ഇന്നതൊക്കെ വേണ്ട അറിയുമ്പോൾ എല്ലാവർക്കും എല്ലാ നിയന്ത്രണം വരും. എന്നാൽ ഇതിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി, ആ മനുഷ്യൻ ഭക്ഷണത്തിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി പള്ളിയിൽ ഉണ്ടാകാൻ ശ്രമിച്ച് ആരാധനകൾ നിർവഹിക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ
അവിടെയൊക്കെ നമ്മുടെ ദുന്യാവിനും ഒരുപാട് ഗുണങ്ങൾ സഹോദരന്മാരെ കിട്ടാണ്ട്. ഇസ്ലാം വെറും പരലോകം മാത്രം പറഞ്ഞ അതൊന്നുമല്ല. റബ്ബന ആതിന ഫിദ്ദുന്യ വലാഖിറതി ഹസന, റബ്ബന ആതിന ഫിദ്ദുന്യ വലാഖിറതി ഹസന. ആദ്യം ദുന്യാവിലെ ഹസനത്തിനെ ചോദിച്ചത്, എന്നിട്ടാണ് പഠിച്ചവൻ ആഖിറത്തിൽ ഹസനത്ത് ചോദിച്ചത്. പക്ഷേ പലപ്പോഴും ആഖിറത്തിൽ ഹസനത്തിനെ കുറിച്ചും ആഖിറത്തിലെ സുരക്ഷയെക്കുറിച്ചുമുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളിടത്താണ് പരാജയങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കഴിഞ്ഞ ഖുത്ബയിലും ഓർമ്മിപ്പിച്ചൊരു കാര്യം വീണ്ടും പറയാണ്. എന്തുകൊണ്ടാണ് എത്രയൊക്കെ ഉത്ബോധനങ്ങൾ കേട്ടാലും ജമാഅത്ത് നമസ്കാരത്തിന്, ഖുർആൻ പാരായണത്തിന്, രാത്രി നമസ്കാരത്തിന് ഇപ്പൊ അവസാനത്തെ 10 ഇഅ്തികാഫ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, ഒരു ദിവസം പോലും ഇഅ്തികാഫ് ഇരിക്കാത്തവർ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവസാനത്തെ 10 നല്ല ഏറ്റവും ഫർണിഷ്ഡായ പള്ളികളിൽ, ഏറ്റവും വൃത്തിയുള്ള പള്ളികളിൽ, ഏറ്റവും സ്വസ്ഥമായി ഇരിക്കാവുന്ന ഇടങ്ങളിൽ അല്ലെ, വീട്ടിൽ കിടന്നുറങ്ങണതിന് പകരം ഏറ്റവും മിനിമം പള്ളിയിൽ കിടന്നുറങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചര്യയെ ഒന്ന് പരിഗണിക്കാൻ പോലും കഴിയാത്തവരുണ്ട്. കുറേ റീസണുകൾ പറയും, നമ്മൾ കുറേ കാരണങ്ങൾ പറയും, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. എന്തൊക്കെ കാരണം ഉണ്ടെങ്കിലും വളരെ ചെറിയൊരു ചാലിൽ ഇങ്ങനെ ചെരിച്ച് കടത്തി മേലെ കല്ലും വെച്ച് ആളുകൾ പോരുന്നതോടു കൂടെ നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ഖയ്യത്തു ഖതായാക്, നിന്റെ പാപങ്ങളാണ് നിന്നെ നന്മയിൽ നിന്ന് തടയുന്നതെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത് കാണാൻ പറ്റും. ഈ പ്രേരണകളൊക്കെ ഉൾക്കൊണ്ട് മുൻഗാമികളിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയാണ്. വയോധികനായ ഒരു മനുഷ്യൻ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ, വല്ലാഹി മാ കാൻ, അദ്ദേഹത്തിന്റെ പേര് പറയാ, വല്ലാഹി മാ കാന മസ്റൂഖുൻ യുസ്ബിഹു മിൻ ലൈലത്തിൻ മിൻ ലയാലി ഇല്ലാ വസാഖാഹു മുൻതഫിഖതാനി മിൻ തൂലിൽ ഖിയാം. അദ്ദേഹം ദീർഘമായി നിന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നീര് വന്നിട്ട് അദ്ദേഹം പ്രയാസപ്പെടുമായിരുന്നു. ഇദാ ത്വാല അലൈഹിൽ ലൈൽ വതഇബ, രാത്രി നീണ്ടു നിസ്കരിക്കും, അദ്ദേഹം ക്ഷീണിക്കും. സല്ല ജാലിസൻ, അപ്പൊ അദ്ദേഹം ഇരുന്ന് നിസ്കരിക്കും. വലാ യത്റുഖു സ്വലാ, അദ്ദേഹം നിസ്കാരം ഉപേക്ഷിക്കൂല. ഇനിയോ വകാന ഇദാ ഫരിഗ മിൻ സ്വലാത്തിഹി, അദ്ദേഹം അങ്ങനെ നിസ്കാരം പൂർത്തീകരിച്ചാൽ അദ്ദേഹം യസ്ഹഫു കമാ യസ്ഹഫുൽ ബഈർ, കഴുതകൾ ഇങ്ങനെ മുട്ടിലിഴയും പോലെ അദ്ദേഹം ഇങ്ങനെ നിരങ്ങി മുട്ടിലിഴഞ്ഞാണ് വീട്ടിൽ പ്രവേശിച്ചിരുന്നത് എന്നാണ്. വയോധികരായ ശരീരത്തിലെ എല്ലാ അവസ്ഥകളും തളർന്നുപോയ സലഫുകൾ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, ആയത്തോതി പഠിപ്പിച്ചു. അതാണ് അവർ കാണിച്ചു തന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രയാസമല്ല. എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും അയാൾക്ക് ക്ഷീണം വന്നേക്ക് ഇരിക്കാം. ഒരീശം എണീറ്റ് നിസ്കരിച്ച ഒരാൾ അടുത്ത ദിവസം ഇരിക്കുമ്പോൾ ആരും ചോദിക്കുമല്ലോ, ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഇന്ന് എനിക്ക് ക്ഷീണമാണ്, ഇന്ന് എനിക്ക് എണീറ്റ് നിസ്കരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞാൽ മതി. ഇസ്ലാമിനെ പോലെ സൗകര്യം ചെയ്ത് ഏത് മതാണ് സുഹൃത്തുക്കളെ ഉള്ളത്? ഇതൊക്കെ കുറിച്ച് ഏറെ ചിലപ്പോൾ നമുക്ക് തോന്നും അല്ലേ? എങ്കിൽ അവർക്കുള്ള ഉത്തരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. ആയിഷ ബി ചോദിക്കാണ്, നബിയെ നിങ്ങൾക്ക് അല്ലാഹു എല്ലാ പാപങ്ങളും വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദമിക വമാ തഅഖർ, മുൻകഴിഞ്ഞതും ശേഷം വന്നതൊക്കെ പൊറുത്തു തന്നിട്ടില്ലേ? എന്തിനാണ് റസൂലെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? നീര് കെട്ടി പ്രവാചകന്റെ കാല് അസ്വസ്ഥമാകുമ്പോൾ പ്രവാചകന്റെ ശബ്ദം കേട്ട്, നീര് കെട്ടിയിട്ടുള്ള വേദനയുടെ ശബ്ദം കേട്ട്, ആ മുക്കലും മുരളലൊക്കെ കേട്ട് ആയിഷ ബീവി ഉണർന്നിരുന്നിട്ട് ഓലമേഞ്ഞ കുടിലിൽ മഹാചക്രവർത്തിയുടെ പ്രവാചകന്റെ, മഹാചക്രവർത്തിയാണ്, വിശാലമായ രാഷ്ട്രത്തിന്റെ അധിപനാണ്, സർവ്വസൈന്യാധിപനാണ്, സർവ്വതുമാണ്. പക്ഷേ ഓലമേഞ്ഞ പ്രവാചകന്റെ വീടിന്റെ പ്രത്യേകത പൂർണ്ണമായിട്ടൊന്നും ഇങ്ങനെ കുനിഞ്ഞ് എണീറ്റ് നിൽക്കാൻ പറ്റൂലായിരുന്നു എന്നാണ്. ഇങ്ങനെ ഫുൾ മനുഷ്യനായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റൂലായിരുന്നു. കുനിഞ്ഞ് പ്രവേശിച്ച് കുനിഞ്ഞിരിക്കുന്ന അത്ര ഉയരമേ പ്രവാചകന്റെ വീടിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പ്രവാചകന്റെ വീടിന്റെ വലുപ്പവും മറ്റൊക്കെ രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ വായിച്ചാൽ കിട്ടും. ആ വീട്ടിന്റെ ഉള്ളിൽ പ്രവാചകൻ ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ ചോദിക്കുകയാണ്, നബി ഒക്കെ പുറത്ത് കിട്ടിയിട്ടില്ലേ? അതിന്റെ ഉത്തരം എന്താ അറിയോ? അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ, ഞാന് ഒരു നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ എന്നാണ്. ഇത് നമ്മളോട് ചോദിക്കേണ്ടതാണ്. സഹോദരന്മാരെ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് നമുക്ക്, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നമുക്ക്. നമ്മൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ചില മനുഷ്യരെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി. കഴിഞ്ഞ ഞായറാഴ്ച ഒരു പരിപാടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഫോണിൽ കിട്ടി. ഫോണിൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് എന്തായാലും അപ്പം തന്നെ പോകേണ്ടതാണ്, പക്ഷെ അപ്പം പോകാൻ കഴിയാത്തതുകൊണ്ട് കഴിഞ്ഞ് മിനിയാന്ന് ഞാൻ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ എന്താ അറിയുക? 19 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 1ാമത്തെ വയസ്സിൽ പിന്നെ MR സിവിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓട്ടിസത്തിന്റെ പരമാവധിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിന്റെ 2 കൈയും ഇങ്ങനെ ക്രിക്കറ്റിന്റെ പിന്നെ കളിക്കണ ബാറ്റ്സ്മാൻമാര് കെട്ടണ സാധനം ചുറ്റി കെട്ടിയിരിക്കുകയാണ്. കാരണം ഈ 2 കൈയും അവൻ കടിച്ചെടുക്കും. അതേ പറഞ്ഞു, കടിച്ചിട്ട് കഷ്ണം പോലെ അവന്റെ ചുണ്ടിൽ വരും.
ആ കുട്ടി അവനിങ്ങനെ വയലന്റ് ആകുന്ന സമയം ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്ത വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. 2 കൈ ഇങ്ങനെ കെട്ടിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും നേരം ഭാര്യയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഞാനാണ്. 2-ൽ-1 ഇങ്ങനെ നോക്കിയിരിക്കുക. വളരെ സമ്പന്നനായൊരു മനുഷ്യൻ. വീടൊന്നും കണ്ട ഒന്നും തോന്നൂലായിരിക്കും സഹോദരന്മാരെ, ഒന്നും തോന്നൂല. വളരെ സമ്പന്നനായൊരു മനുഷ്യൻ. ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടി, 3ാമത്തെ കുട്ടി, അവസാനത്തെ കുട്ടി ജനിച്ചതോടുകൂടെ അതൊക്കെ വിറ്റ് ചികിത്സ നടത്തി കഴിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയണത്. അപ്പോഴാണ് നാട്ടുകാരെടുത്തേക്ക് എത്തുന്നത്. മനസ്സിലായില്ലേ? അത്രയും ഗുരുതരമായ രോഗാവസ്ഥ. സുഹൃത്തുക്കളെ, എനിക്കുണ്ട് 6 മാസം 8 മാസമായൊരു കുട്ടി. 1 വയസ്സാകുമ്പോൾ അങ്ങനെ ആവൂല എന്ന് ആരാ പറഞ്ഞ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പലർക്കും ഉണ്ട് മക്കള്, അല്ലേ? പലപ്പോഴും രോഗങ്ങളെയും രോഗസാഹചര്യങ്ങളൊക്കെ എത്ര കണ്ടോരുണ്ട് നമ്മളുടെ ഇടയിൽ, വീടുകളിൽ, ആശുപത്രികളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ. എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു അൽഹംദുലില്ലാ ഉള്ളിൽ നിന്ന് വരുന്നില്ല പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കറിയോ ഇപ്പോ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എങ്ങനെ ഇടപെടേണ്ടി വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇപ്പൊ ഒരു മാരകമായ അസുഖമുണ്ട്. ഹൃദയത്തിന് ഒരു മിടിപ്പ് വരും, ശ്വാസം കിട്ടാതാകും. ഇപ്പോ ഈ വിഷയം നമ്മുടെ മെഡിക്കൽ ബോർഡ് ഉണ്ട്, വിസ്റ്റത്തിന്റെ മെഡിക്കൽ ബോർഡിൽ വെക്കണം എന്ന് പറഞ്ഞാണ് നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് കിട്ടണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയണേ. ഒരു മോനാണെങ്കിൽ ആ മോനെ ഇഖാമ നഷ്ടപ്പെട്ട് നാട് അണയാൻ കഴിയാതെ ഗൾഫിൽ നിൽക്കുകയാണ്. ആകളുള്ളൊരു മോനെ, ഒന്നുകിൽ അദ്ദേഹം അല്ലെങ്കിൽ ഭാര്യ. സാധാരണ ഇങ്ങനത്തെ രോഗികൾ എന്താണ് ചെയ്യാറെന്ന് ഈ മെഡിക്കൽ ബോർഡ് കൂടിയപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചു. മരുന്ന് കൊടുത്ത് ഉറക്കാറാണ്. അപ്പോ ഇദ്ദേഹം മരുന്ന് കൊടുക്കാറില്ലേ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു എന്നോട്. മരുന്ന് കൊടുത്ത് എന്താ സംഭവിക്കാറിയോ? ഉറക്കത്തിൽ എണീറ്റിട്ട് ഓടും, എന്നിട്ട് ഡോറിലൊക്കെ ഇടിച്ച് വാതിലൊക്കെ അടിച്ച് വീടും. അള്ളാഹു ആ സഹോദരന്റെ എല്ലാ വിഷമങ്ങളിലും അള്ളാഹു അദ്ദേഹത്തിന് പരിഹാരത്തെ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അഫല അകൂന അബ്ദൻ ഷുക്കൂറ, ഞാനും ഒരു നന്ദിയുള്ള അടിമയാകണ്ടേന്ന് ഇന്ന് ആലോചിച്ചോക്കാണി. നമ്മളെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി ഒച്ച ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്, അല്ലേ? നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു കുട്ടിന്റെ ഒച്ച പൊങ്ങുമ്പോഴേക്ക് നമ്മളെ നെറ്റി ചുളി, നമുക്ക് ദേഷ്യം വരും, നമ്മളെ കൈകാര്യം ചെയ്യും. കുട്ടികൾ എന്തെങ്കിലും ചെറിയ സാധനം കേടെടുത്തുമ്പോഴേക്ക് കടിച്ച് പൊളിച്ച മുറിയുടെ ഭാഗത്തെ എനിക്ക് കാണിച്ചു തന്നു. ആ സഹോദരന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് റമദാനിന്റെ ഈ പുണ്യദിനത്തിൽ ഈ വെള്ളിയാഴ്ച ഞാൻ ആവശ്യപ്പെടുന്നു. എന്താ എന്റെ ഗുണം? ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പടച്ചോനെ ഇദ്ദേഹത്തിനും നീ ചെയ്തു കൊടുക്കുക, ഇദ്ദേഹത്തിന്റെ കുട്ടികൾക്കൊന്നും ഒരു പരീക്ഷണവും വരുത്തല്ലേ. അപ്പോ പ്രവാചകൻ എന്താ പറയാ, മണലിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ, സ്വന്തം വീട്ടിലെ മണലിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ചോദിച്ച ചോദ്യം നമ്മുടെയൊക്കെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉറങ്ങി ആടി നിസ്കരിക്കണം എന്നാണോ? നിങ്ങൾ ദീർഘമായി നിസ്കരിക്കുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് നിസ്കരിച്ചോളൂ. ഇതൊക്കെ ഏതാ നിസ്കാരം? ദീർഘമായ മണിക്കൂറുകളുടെ നിസ്കാരമാണ്. നമുക്ക് ഉറക്കം വന്ന് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ തറാവീൻ്റെ ഇടയിലാണ് ഉറങ്ങി വിട്ടിക്കൊള്ളിങ്ങൾ. കൈ അഴിച്ചിടുക, നേരെ പോയി ഒന്നെടുക്കുക, വരിക, നിസ്കരിക്കുക, ബാക്കി പൂർത്തിയാക്കുക. എന്താ പ്രശ്നമുള്ളത്? അതിലെന്തെങ്കിലും അയബുണ്ടോ? ഉണ്ടോ? ഞാൻ സാധാരണ സ്കൂളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഈ കുട്ടികൾക്ക് ഗ്യാസൊക്കെ ഇടക്ക് പോകും. അപ്പോൾ മറ്റൊന്നൊക്കെ ചിറിച്ചു. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ലല്ലോ. അങ്ങനെ പഠിപ്പിക്കേണ്ട മസല ഇതൊക്കെ. പള്ളിയിലേ ഒരാൾ നിസ്കാരത്തിന്റെ ഇടയിലൊന്നും ഉറങ്ങിയാൽ പിന്നെ എല്ലാവരും അത് ഉറങ്ങിയില്ലേ, നമ്മളെ സഹോദരനാണ്, അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഉറങ്ങിയില്ലേ, സാരല്ല, നിങ്ങൾ ഒന്നെടുത്തൊന്ന് നിസ്കരിച്ചല്ലോ. അങ്ങനെ ചേർത്ത് പിടിക്കണോടത്താണ് സഹോദരന്മാരെ നമ്മുടെ വിജയം ഉണ്ടാകേണ്ടത്. നോക്കൂ, നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഇദാ ഖാമ അഹദുക്കും മിനൽ ലൈൽ ഫസ്തഅജമൽ ഖുർആനു അലാ ലിസാനിഹി ലം യദ്രി മാ യഖൂൽ ഫൽയൽതജി. എന്താ, ഒരു വ്യക്തി ഓതുമ്പോൾ അങ്ങനെ ഓതിയിട്ട് വേറെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു പോവുകയാണ്. അവൻ കിടന്നുറങ്ങട്ടെ. പടുത്തിരിക്കുന്ന ആളോട് എന്നെ എത്ര മണിയാകുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ. വിളിക്കും, ചിലപ്പോൾ വിളിച്ചോണ്ടരൂല, അപ്പൊ ഒന്നുകൂടി വിളിക്കും. അപ്പൊ 10 കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി വിളിച്ചു കൊടുക്കണം, അല്ലേ? എഴുത്തിക്കാഫിന്റെ സമയത്ത് പരസ്പരം ഉണ്ടാകേണ്ട ധാരണയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നോക്കൂ നിങ്ങൾ, മറ്റൊന്ന് പ്രവാചകൻ ചെയ്തത് എന്താ അറിയോ? അരയുടുപ്പ് മുറുക്കി എന്നാണ്. എന്താ ഈ അരയുടുപ്പ് മുറുക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. 2-3 അർത്ഥങ്ങളാണ്. ഒന്ന്, പ്രവാചകൻ നന്നായി ഒരുങ്ങി എന്നാണ്. ഏറ്റവും ശരിയായ വ്യാഖ്യാനം എന്താ അറിയോ? ഭാര്യമാരെടുത്തേക്ക് പ്രവാചകൻ പോയില്ല എന്നാണ്. ഭാര്യമാരെടുത്തേക്ക് പോയില്ല. എന്താണ് അതിന്റെ കാരണം? ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് ഭാര്യമാരെടുത്തേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ, ലിഅല്ലാ യസ്തഗിലൽ മുസ്ലിമൂന ഫീ തൂലി ലയാലി ശഹ്ർ ബിൽ ഇസ്തിംതാഇൽ മുബാഹ്, അനുവദിക്കപ്പെട്ട ആസ്വാദനത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിൽ വിശ്വാസികൾ പെട്ടുപോകരുത് എന്ന
പിന്നെ മെസ്സേജാണ് ഈ കൊടുക്കുന്നത്. അനുവദിക്കപ്പെട്ടതാണ് ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം, എല്ലാ കാര്യങ്ങളും. ഇൻസാഉക്കും ഹർത്തുല്ലക്കും ഫഅതു ഹർസക്കും അനാശ്രിത്തും, അല്ലെ? അത്രയും ശക്തമായി ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇസ്ലാമിനെ പോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ലൈംഗിക മനഃശാസ്ത്രത്തിന്റെ വിശദാംശങ്ങൾ പഠിപ്പിച്ച ആരുമില്ല. പ്രവാചകൻ ഈ വിഷയത്തിൽ പഠിപ്പിച്ച മെസ്സേജുകൾ വായിച്ചിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ലോകത്തുണ്ട്. ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ ലോകത്തുണ്ട്. നമുക്കൊരു ഖുത്ബയിൽ പറയുമ്പോൾ പല പരിമിതി ഉണ്ടാവും, എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഒക്കെ. അതുകൊണ്ട് മാത്രം പറയാത്ത അത്രയും മനോഹരമാണ് പ്രവാചകന്റെ പ്രണയം. പ്രവാചകൻ ആയിഷ ബീവിന്റെ കയ്യിൽ നിന്ന് ആയിഷ ബീവി കടിച്ച മാംസത്തിന്റെ ഭാഗം എടുത്തിട്ട് അതേ ഭാഗം തന്നെ കടിച്ച് പ്രവാചകൻ കൊടുക്കുന്നു. എത്ര വയസ്സായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 3 കൊല്ലം വേണ്ടെന്നാ ചില ആൾക്കാർ വിചാരിച്ചു, അല്ലേ? എന്തൊക്കെ തിരുത്താനുണ്ട് സുഹൃത്തുക്കളെ, എന്തൊക്കെ തിരുത്താനുണ്ട് എനിക്കും നിങ്ങൾക്കും. അപ്പോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഹലാലായ ആസ്വാദനം പോലും ആ രാത്രിയിൽ വരരുത്, ഇബാദത്തേക്ക് വരണം എന്നാ. നമ്മളെ കുട്ടികള് സോഡന്റെ ഉള്ളിലേക്ക് എല്ലാം കൂടി അടിച്ചു കയറ്റത് കുടിക്കാൻ പോലെ ഈ രാത്രി. മാത്രല്ല 2ാം 10 കഴിഞ്ഞോടുകൂടെ മിക്കവാറും ആൾക്കാരുടെ ഒക്കെ നോമ്പ് കഴിഞ്ഞു. 25 കഴിഞ്ഞാൽ എന്തായാലും കഴിഞ്ഞു. നല്ലോണം പേടിച്ചോളി. പിന്നെ ഡ്രസ്സ് എടുക്കലോ ആകെ കൂടെ ബഹളാണ്, അല്ലേ? ഡ്രസ്സ് എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പകല് പോയി എപ്പോഴെങ്കിലും ഒരു സമയത്ത് പോയിട്ട് എടുത്തു വരിക. അതൊരു മഹാസംഭവമാക്കണ്ട. അത്യാവശ്യമുള്ള ഡ്രസ്സ് എടുക്കുക പോരുക. ഒരു പുള്ളിയും വള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല. നമ്മൾ തന്നെ ഇടണ്ടേ. നമ്മളെ കൊണ്ടുപോകാനുള്ള തുണി ബ്രാൻഡഡ് ഒന്നുമല്ല, അത് ഉറപ്പാ. അത് 3 കഷ്ണം പരുത്തി തുണിയാണ്. ആരെങ്കിലും ആൾ മുറിച്ചു തരും, ആദ്യം വൃത്തിക്ക് കെട്ടിച്ചുറ്റും, അത് ഉറപ്പാ. തേച്ചതിനേക്കാളും വൃത്തി ഉണ്ടാവും. കാരണം അത് റസൂലുള്ള പഠിപ്പിച്ചാണ്. മയ്യത്തിന് അടക്കുമ്പോൾ വരെ അങ്ങനെയാണ് വേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ്. എയ്തികാഫ് പ്രവാചകൻ റമളാനിൽ എല്ലാ ദിവസവും അവസാനത്തെ 10 അള്ളാഹു പ്രവാചകനെ തിരിച്ചു വിളിക്കുന്നത് വരെ അതുണ്ടായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരും അതിന്റെ ശേഷം ചെയ്തിരുന്നു. പ്രവാചകൻ പോയതോടുകൂടെ വിളിച്ചുണർത്തിയ ഭാര്യമാരൊക്കെ വീട്ടിലേക്ക് മടങ്ങിയെന്നല്ല. പ്രവാചകന്റെ ശേഷം ആയത്തൊന്നും ഇറങ്ങാനല്ലോ. ആയത്തുൽ ഹിജാബോട് കൂടെ, ഹിജാബിന്റെ ആയത്തോടു കൂടെ ഒക്കെ നിർത്തിച്ചു എന്നാണ് ചില ഉസ്താദുമാരൊക്കെ പറയല്. എങ്കിൽ പ്രവാചകന്റെ ശേഷം ആയത്തൊന്നും ഇറങ്ങൂലല്ലോ. പ്രവാചകന്റെ പത്നിമാർ പ്രവാചകന് ശേഷം എഴുത്തിക്കാഫി ഇരുന്നിട്ടുണ്ട്. എഴുത്തിക്കാഫി ഇരുന്ന അതിലൊരു ജുമാ ഉണ്ട്, അതിൽ 5 വക്ത് ഉണ്ട്, അല്ലേ? ഒക്കെ വരുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അവിടെ നോമ്പുതുറണ്ട് ഒക്കെ ഉണ്ട്. അതിലൊക്കെ അവര് പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പല തടസ്സവും തോന്നും. അത്തരം തടസ്സങ്ങളും തട്ടിമാറ്റുക. ഇന്നലെ ബദർ കഴിഞ്ഞു. ബദറിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താ? തടസ്സങ്ങളെ തട്ടിമാറ്റുക എന്നുള്ള. കാരണം നിങ്ങൾ നോക്കി, 2 കുതിര, 7 ഒട്ടകം, 240 അൻസാറുകൾ, 60 ചില്ലാനും മുഹാജിറുകൾ. ഇതാണ് ആകെ. ഇവർക്ക് തന്നെ യുദ്ധപരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഖുറാനിൽ 2 വചനങ്ങൾ കാണാം. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ലിൽ മൗതി വഹും യൻദുറൂൻ. അവര് പ്രവാചകൻ യുദ്ധം പെട്ടെന്ന് പറഞ്ഞപ്പോൾ പോകാൻ അവർക്ക് മടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംവിധാനങ്ങളൊക്കെ നയിക്കണവര്, കമ്മിറ്റികൾക്കൊക്കെ നേതൃത്വം കൊടുക്കണവര് എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കരുത്. ആളുകൾ പല മാനസികാവസ്ഥയിലായിരിക്കും. സ്വബറോട് കൂടെ എല്ലാവരെയും കൂടെ നിർത്തി ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. ഓരോരുത്തരുടെയും സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും കഴിവുകളെയും ഉപയോഗപ്പെടുത്തി പോകാറുണ്ട്. പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് മഹത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അവരെല്ലാവരും ചേർന്നു. നോക്കൂ നിങ്ങൾ. മാത്രല്ല, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. വിശ്വാസികളിൽപ്പെട്ട പല ആളുകൾക്കും തീർച്ചയായും ഈ യുദ്ധത്തിനോട് അനിഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ യുദ്ധം വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ സാഹചര്യങ്ങളൊക്കെ പ്രവാചകനെതിരായിട്ടും ആ സാഹചര്യങ്ങളൊക്കെ തട്ടിമാറ്റുക ചെയ്ത്. നമുക്ക് പലപ്പോഴും സ്ഥിരമായി ഏതെങ്കിലും ഒരു സ്വതക്കയുടെ ഭാഗമാവാനുള്ള തടസ്സം എന്താ? ഞാനിപ്പോൾ അത് ഏറ്റാല് അതൊക്കെ കൊടുക്കാൻ മറക്കുമോ? അപ്പൊ നമ്മുടെ പള്ളിക്ക് അടുത്ത കളശം നമ്മൾ പള്ളിക്ക് വേണ്ടിയാണ്. ഈ പള്ളി അൽഹംദുലില്ലാ നിങ്ങൾ സ്വതക്ക ചെയ്താൽ ഒരിക്കലും നഷ്ടം വരാത്തൊരു സംവിധാനമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാം. 60-70 ആളുകൾ ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു പള്ളിയാണ് എല്ലാ ചൊവ്വാഴ്ചയും. ഇത്രയും ആളുകൾ ജുമാ ഇവിടെ കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഓൺലൈനിൽ നമ്മളെ കുട്ടികൾ യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട്. ഈ ആഴ്ചത്തെ എനിക്ക് 34,000 ആളോ മറ്റാണ് കേട്ടത്. അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടും. കഴിഞ്ഞ ആഴ്ചത്തത് കേട്ടത്. ഇതേപോലെ ഇവിടെ മദ്രസ നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ചത്തെ നമ്മുടെ ഒരു കളക്ഷൻ ഈ ഒരു ലക്ഷ്യത്തിലുള്ളതാണ്. ഒരുപാട് നന്മകൾക്ക് ഒന്നിച്ചു കൊടുക്കലാണ്. പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ ആളുകളുടെ മനസ്സ് തുറന്നു കിട്ടാറില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയുന്നത്. നമുക്ക് പറ്റണ ഒരു ഓഹരി കൊടുക്കുക. ആ ഓഹരി പറ്റുമെങ്കിൽ എല്ലാ മാസവും 1ാമത്തെ വെള്ളിയാഴ്ച ആവർത്തിക്കാൻ ശ്രമിക്കുക. എന്താ തടസ്സം പറയാം നമ്മള്? അതിപ്പോ ഇങ്ങനെ എല്ലാ മാസവും കൊടുക്കാൻ കഴിയണത്ര കൊടുക്കുന്നു നിയത്താക്കിയിട്ട് കൊടുത്താൽ മതി സഹോദരന്മാരെ. അതുകൊണ്ടൊരു നന്മക്കും വിലക്കും മുടക്കും വരണ്ട. എന്താ സംശയമുള്ളത്? അപ്പൊ ആ ഒരു അങ്ങനെയുള്ള എന്ത് കാര്യം, ജമാഅത്ത് നിസ്കാരത്തിന് എത്താനുള്ള തടസ്സം എന്താ? എഴുത്തിക്കാഫിന് എത്താനുള്ള തടസ്സം എന്താ?
ഒരു മഹായുദ്ധത്തിന്റെ തടസ്സങ്ങളെ മുഴുവൻ മാനേജ് ചെയ്തുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വലിയൊരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ നൽകിയത് നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന ഉണ്ട് ബദറിന് പോകുമ്പോൾ, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും. അള്ളാഹുവെ, നടക്കാൻ ചെരുപ്പില്ലാത്തവരവര് എല്ലാവരും നടന്നാ പോരുന്നേ, അവർക്ക് ചെരുപ്പില്ല. ഒരു ചുട്ടുപൊള്ളുന്ന മണലിലൂടെ അവർ നടന്നു പോരുകയാണ്. അവർക്ക് നീ ചെരുപ്പ് കൊടുക്കണം, അവർക്ക് നീ അവരെ നീ വഹിക്കണം എന്നാണ്. അല്ലാഹുമ്മ ഇന്നഹും ഖുറാത്തുൻ ഫക്സുഹും. ശരിക്ക് വസ്ത്രം ധരിക്കാല്ലാത്തവരവര്, അവർക്ക് നീ വസ്ത്രം കൊടുക്കണം. അല്ലാഹുമ്മ ഇന്നഹും ജിയാ ഫശ്ബിഉഹും. അല്ലാഹുവേ, അവർ വിശക്കുന്ന പട്ടിണി പാവങ്ങളാണ്, അവർക്ക് നീ അവരുടെ വയറ് നിറച്ചു കൊടുക്കണം. ഹദീസിന്റെ ബാക്കിയിൽ കാണാം, അള്ളാഹു അവരുടെ വയറ് നിറച്ചെടുത്തു, അള്ളാഹു അവരെ വഹിച്ചു. അവർക്കൊന്നും ഫീൽ ചെയ്തില്ല, ബദറിലെത്തുവോളവും പിന്നെയും ഒന്നും ഫീൽ ചെയ്തില്ല. അവര് ശക്തമായ യുദ്ധം വിജയിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിലെ മനോഹരമായ യുദ്ധം അതിശക്തമായി വിജയിച്ചു, അല്ലെ? ആ യുദ്ധം മുൻനിർത്തിയിട്ട് ഇസ്ലാമിനെ പ്രതികളാക്കുന്നവർ അറിയുന്നില്ല. 63 വർഷത്തെ ജീവിതത്തിനിടയിൽ 23 വർഷമാണ് പ്രവാചകത്വമുള്ളത്. അതിൽ 13 വർഷം മക്കത്തായിരുന്നു. ഒരു സൂചി എടുത്തിട്ടില്ല, ഒരു കല്ലെടുത്തിട്ടില്ല, ഒരു വാക്കുകൊണ്ട് ശത്രുവിനോട് 2 പഞ്ച് ഡയലോഗ് അടിച്ചിട്ടില്ല. സബറിന്റെ പരമാവധിയിൽ നിന്നു. അവസാനം പിന്നെ 10 വർഷമായിരുന്നു. ആ 10 വർഷത്തിലെ ആദ്യത്തെ 2 വർഷം എല്ലാവരുമായി കരാറിലേർപ്പെട്ട ശാന്തമായ മദീനയായിരുന്നു. പിന്നെയുള്ള 8 വർഷം, ആ 8 വർഷത്തിൽ 28 സൈനിക നടപടികൾ, 28 സൈനിക നടപടികൾ. അതിൽ തന്നെ ഏറ്റുമുട്ടലുണ്ടായത് 9 എണ്ണത്തിൽ മാത്രം, 9 എണ്ണത്തിൽ മാത്രം. അപ്പോ യുദ്ധമുണ്ടായത് ആകെ 9 എണ്ണമാണ്. 8 വർഷം കൊണ്ട് 9 യുദ്ധമാണ്. ആ 9 യുദ്ധത്തിൽ മരിച്ചത് 775 ആളുകൾ. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധങ്ങളിലും ഇപ്പോഴും ഗസയുടെ മുകളിൽ വർഷിക്കുന്ന ബോംബിങ്ങുകളിലൊന്നും തീവ്രവാദം കാണാത്തവർ പ്രവാചക തിരുമേനിയെ പ്രതിയാക്കണം. എന്തുകൊണ്ടാ? നമുക്കറിയോ ഇത്ര കുറച്ചാളുകളെ പ്രവാചകന്റെ യുദ്ധത്തിൽ മരിച്ചിട്ടുള്ളൂ? നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ പരാജയം എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നലെ ബദറായിരുന്നു. പല വീടുകളിലും പള്ളികളിലൊക്കെ ബദറുമാല ആളുകൾ ഓതി. അപ്പോൾ ഈ ബദറുമാല ഓതുന്നതിനെ നമ്മൾ അതിനെ പ്രാമാണികമായി വിമർശിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും പല നിലക്കുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാവുക. ഒന്ന്, അത്രയും കാരണന്മാരായി ചെയ്തു എന്നൊന്നിനെ എതിർക്കുന്നു. 2, ഫാഷിസം ഇത്രയും ശക്തമായ ഒരു കാലത്ത് നമ്മൾ എന്താ ഇങ്ങനെ. 3, ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലെ വിശുദ്ധി പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ഓഫറാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഭൂമിയിൽ നിങ്ങളുടെ മുൻപുള്ളവർക്ക് അതീശത്വം കിട്ടിയതുപോലെ നിങ്ങൾക്ക് കിട്ടണോ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കരുത് എന്നുള്ളത്. ഇത് നമ്മൾ ഒരു ഇൻഫീരിയോറിറ്റി ഇല്ലാതെ, ഒരു അപകർഷബോധവും ഇല്ലാതെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ സഹായം ഉണ്ടാകുള്ളൂ. നോക്കൂ, നിങ്ങൾ താർത്താരികൾ വന്ന് ഇസ്ലാമിനെ തകർക്കുന്ന കാലത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആദ്യം എന്താ ചെയ്ത്? അവരെ അബൂ ഉമറിന്റെ ഖബറും പുറത്തു പോയി അബൂ ഉമറെ രക്ഷിക്കണമെന്ന് വിളിക്കൂന്ന് പറഞ്ഞ് റോഡുകളിലൂടെ ഓടിയിരുന്ന മനുഷ്യരെ തിരിച്ചു വിളിച്ചു ഷെയ്ഖ്. തൗഹീദ് പഠിപ്പിച്ചു അവരെ. അവരുടെ കയ്യിൽ ആയുധം കൊടുത്തു. ജിഹാദിന്റെ അവസ്ഥയെത്തിയ നാട്ടിൽ പടപൊരുതി. അവസാനം അദ്ദേഹത്തെ തുറങ്കലിൽ അടച്ച് തുറങ്കലിൽ മരിച്ചു വീണു. അദ്ദേഹത്തിന്റെ ജനാസയും കൊണ്ട് ലക്ഷങ്ങളാണ് റോട്ടിലേക്ക് ഇറങ്ങിയത്. ധീരമായ ചരിത്രമായിരുന്നു. അതുകൊണ്ട് ശുദ്ധമായ തൗഹീദുള്ളടുത്തേ അള്ളാന്റെ സഹായം ഉണ്ടാകുള്ളൂ. വലൗ അന്നാം അഹ്ലുൽ ഖുറ ആമനു വത്തഖൗ എന്നാണ്. ഒരു ഗ്രാമക്കാർ അള്ളാഹിനെ സൂക്ഷിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്താൽ ആകാശത്തുനിന്ന് ബർക്കത്ത് ഇറങ്ങുന്നതാണ്. ഒരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബോധ്യം വേണം. രണ്ടാമത്തെ ഒന്ന്, ബദർ എന്തിനാ സംഭവിച്ചതെന്നുള്ളത് സിംഗിൾ മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. 2 ടെന്റും ഉണ്ട്. 2 ടെന്റിലുള്ള വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടോടത്തും അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ ആരാ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ യഖൂലുന അല്ലാഹ് എന്നവർ പറയും. വലയിൻ സഅൽതഹും മൻ ഖലഖഹു. അവരെ തന്നെ ആരാന്ന് പഠിച്ചതെന്ന് വെച്ചാൽ അല്ലാഹ് എന്നവർ പറയും. മാത്രല്ല, അതുകൊണ്ട് തീരുന്നില്ല. വലയിൻ ഖലഖഹും, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഇറക്കി തരുന്നത് ആരാന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്നവർ പറയും.
അല്ലേ? ഇങ്ങനെ പറയുന്ന ആളുകളും പ്രവാചകനും തമ്മിൽ തെറ്റുള്ള കാരണം എന്താ? ചില ആളുകൾ പറയും അവിടെ അവർ പറയണ അല്ലാ അല്ലാ എന്നൊക്കെ പറയണത് അവരൊരു വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹത്തിനിട്ട പേരാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ ആയത്തിന്റെ അവസാന ഭാഗം ഈ വാദം പൊളിക്കാണ്. എന്താ? ഖുർആൻ ചോദിക്കാണ്, ഫഖുൽ അൽഹംദുലില്ലാ, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ നബിയെ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അള്ളാഹിനെ സ്വീകരിച്ചതുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞത്. ഖുറൈശികളുടെ ദേവിമാരിലും ദേവന്മാരിലും പെട്ട വലിയ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ടല്ല, അതൊരിക്കലും ഖുർആൻ പറയില്ല. പിന്നെ എന്താ പ്രശ്നം? രണ്ട് ടെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പുറത്ത് യുദ്ധം ചെയ്യുന്ന കാഫറും ഇപ്പുറത്ത് യുദ്ധം ചെയ്യുന്ന മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്താ? അവർ വിശ്വസിച്ചു മാ നഅ്ബുദുഹും ഇല്ലാ ലിഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഞങ്ങൾക്ക് ശുപാർശകരാണ്, ഇതാ വിശ്വസിച്ചത്. ഈ വിശ്വാസമാണ് പ്രശ്നം. വൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ കയറി കപ്പൽ മുങ്ങായറായാൽ അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ബദറിന് പുറപ്പെടുമ്പോഴും അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവോടാണ്. പിന്നെ എന്ത് ചെയ്തു? ഞങ്ങൾ പാപം ചെയ്തവരാണെന്നുള്ളതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്നൊരു ബോധം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ബോധത്തെയാണ് റസൂലുള്ളാഹി തിരുത്തിയത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന തത്വത്തിലൂടെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു. എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് പറയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവോടല്ലാത്ത മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ആത്മാർത്ഥമായി നമ്മൾ സുജൂദിൽ വീണ് റബ്ബിനോട് ചോദിച്ചാൽ, സുഹൃത്തുക്കളെ, ഇത് മൂസാ അലൈഹി ഇസ്ലാമക്ക് ബഹർ പിളർത്തിക്കൊടുത്ത, കടൽ പിളർത്തിക്കൊടുത്ത പടച്ചോനാണ്. നമുക്ക് വേണ്ട സഹായങ്ങൾ റബ്ബിൽ നിന്ന് കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. രോഗശയ്യകളിൽ വേദന തിന്ന് സഹിക്കുന്നവരുണ്ട്, അനുഭവിക്കുന്നവരുണ്ട്, അവരുടെ കൂട്ടിയിരിപ്പുകാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സ്വബറിന് നൽകുകയും ഇഹ്തിസാബിന് നൽകുകയും രോഗത്തിൽ നിന്ന് ശമനം നൽകുകയും രോഗത്തിന്റെ നിമിഷങ്ങൾ പുണ്യങ്ങളാക്കി മാറ്റി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന തിന്നുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുരക്ഷിതത്വത്തിന്റെ താവളങ്ങളെയും നേതൃത്വങ്ങളെയും ഇടങ്ങളെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപക്ഷെ അവർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ പാപങ്ങളെ അള്ളാഹു അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും ആയുസ്സിലും ഒക്കെ അള്ളാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുട്ടികളിൽ അള്ളാഹു കൺകുളിർമയുള്ള കാഴ്ചയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ അള്ളാഹു സന്തോഷവും സൗന്ദര്യവും സൗരഭ്യവും എന്നും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും കടക്കണികളിൽ നിന്നും പലിശക്കണികളിൽ നിന്നും അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ട്രക്കറുകൾ അവരുടെ മണ്ണിലേക്ക് എത്താനും അത് ഭക്ഷണം കഴിച്ചു എന്നവർ നമ്മുടെ ഈദിന്റെ ഭക്ഷണം കഴിക്കും മുമ്പ് അവർക്ക് ഭക്ഷണം എത്തി എന്ന സന്തോഷത്തിന്റെ വാർത്ത അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പീഡനം അനുഭവിക്കുന്ന ഒലീവ് തോട്ടങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു, അവിടുത്തെ പുരുഷന്മാർക്ക് അള്ളാഹു, അവിടുത്തെ സ്ത്രീകൾക്ക് അള്ളാഹു കരുത്തിനെ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും ശക്തമായി, ഏറ്റവും ഉത്തമമായി, ഉജ്ജ്വലമായി സമരഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സിനെ അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്തിരിഞ്ഞോടി പാപങ്ങൾ വാങ്ങുന്നവരിൽ അള്ളാഹു അതിൽ നിന്നും അള്ളാഹു അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.